ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി കാരണം എണ്ണ കിട്ടാതെ നട്ടം തിരിയുകയാണ് അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ. ഇന്ധനക്ഷാമം രൂക്ഷമായതോടെ രാജ്യത്തെ പെട്രോൾ ഡീസൽ വില കുതിച്ചുയർന്നു. ഗതികെട്ട് സർക്കാർ ഓഫീസുകളിൽ പോലും വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിച്ചു. സ്കൂളുകൾ ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറ്റി. ഇതോടെ എങ്ങനെയെങ്കിലും സ്വന്തമായി എണ്ണ കുഴിച്ചെടുക്കാനും ഇന്ത്യയെ പോലെ കരുതൽ എണ്ണ ശേഖരം ഒരുക്കാനും ഒക്കെ ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ. 2 പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം ആഴക്കടൽ സമുദ്ര പര്യവേക്ഷണം വീണ്ടും തുടങ്ങാനാണ് പാകിസ്ഥാന്റെ തീരുമാനം. സിന്ധ് ബലൂചിസ്ഥാൻ മേഖലയോട് ചേർന്ന സിന്ധു മക്രാൻ കടലിലായിരിക്കും ഈ പര്യവേഷണം നടക്കുക. ഇതിനായി പാകിസ്ഥാനിലെ കമ്പനികൾ ആദ്യഘട്ടത്തിൽ $8.2 കോടി നിക്ഷേപിക്കും. അത് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നിക്ഷേപം $100 കോടി ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത്. നിലവിൽ 54,600 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ 23 ഓഫ്ഷോർ ബ്ലോക്കുകൾ വികസിപ്പിക്കാനാണ് പാക് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ക്രൂഡ് ഓയിൽ മുഴുവൻ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുന്നതാണ് പാകിസ്ഥാന്റെ രീതി. അതുകൊണ്ട് തന്നെ രാജ്യാന്തര വിപണിയിലെ ചെറിയ മാറ്റങ്ങൾ പോലും അവരെ ബാധിക്കും. ഇറാൻ പ്രതിസന്ധിയോടെ ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞത് സാമ്പത്തികമായി തകർന്ന പാകിസ്ഥാനെ നട്ടലൊടിച്ചു. പാക് തീരത്ത് എണ്ണയുണ്ടെന്ന് നേരത്തെ തന്നെ അവർക്ക് അറിയാമായിരുന്നു. എന്നാൽ പണമില്ലാത്തതും സാങ്കേതിക വിദ്യ ഇല്ലാത്തതും കാരണം കുഴിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. 2019 വിദേശ കമ്പനികളുടെ സഹായത്തോടെ കെക്ര 1 എന്ന പേരിൽ ഒരു ആഴക്കടൽ പ്ലാന്റ് തുടങ്ങിയെങ്കിലും താമസിയാതെ തന്നെ അത് ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു. ഇവിടെയാണ് ഇന്ത്യയുടെ ദീർഘവീക്ഷണം പാകിസ്ഥാൻ തിരിച്ചറിയുന്നത്. ആഴക്കടൽ പര്യവേക്ഷണവും ഇന്ത്യയെ പോലെ അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ കരുതൽ എണ്ണ ശേഖരവും പാകിസ്ഥാനില്ല. അതുകൊണ്ട് വിതരണ ശൃംഖലയിൽ ചെറിയൊരു തടസ്സമുണ്ടായാൽ പാകിസ്ഥാന്റെ വണ്ടി നിൽക്കും. ഈ അവസ്ഥ മാറാൻ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ എണ്ണ പാകിസ്ഥാനിൽ സൂക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ പാക് അധികൃതർ. ഇതിനായി അറബിക്കടലിൽ ചൈനയുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന ഗ്വാദാർ തുറമുഖത്ത് ഒരു എനർജി സിറ്റി സ്ഥാപിക്കാനാണ് പാകിസ്ഥാന്റെ പുതിയ പദ്ധതി. എങ്ങനെയെങ്കിലും ഇന്ത്യയെ പോലെ ആകാനും വലിയ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കരകയറാനുമുള്ള പാകിസ്ഥാന്റെ ഈ ഒരു അവസാനവട്ട ശ്രമങ്ങൾ എത്രത്തോളം വിജയിക്കുമെന്ന് വരും നാളുകളിൽ കണ്ടറിയണം. ന്യൂസ് ഡെസ്ക് സിസ്റ്റം.